ഹായ്. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ റീലിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടൊരു കഥയുണ്ട്. എന്നെ ചിന്തിപ്പിച്ച ഒരു കഥ. വൃദ്ധസദനത്തിൽ നിന്നും ഒരു ഉമ്മ തന്റെ മകൻക്ക് എഴുതുന്ന ഒരു കത്ത്. ആ കത്തിൽ ഇങ്ങനെയായിരുന്നു: പ്രിയപ്പെട്ട പൊന്നുമോൻക്ക്, ഉമ്മാന്റെ കുട്ടിക്ക് സുഖമായിരിക്കുംല്ലേ? നിന്റെ ഭാര്യ മക്കൾക്ക് എല്ലാവർക്കും സുഖമായിരിക്കും എന്ന് ഞാൻ കരുതുന്നുണ്ട്. ഉമ്മച്ചി അതിനു വേണ്ടി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാലും ഉമ്മച്ചി പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തിനാവും എന്റെ കുട്ടി ഇവിടെ കൊടുന്നാക്കിയത് എന്ന്. പിന്നീടാണ് ഞാനതറിഞ്ഞത്. കണ്ണും ഒരു കിഡ്നിയും നഷ്ടമായി എന്നെ നിന്റെ ഭാര്യയ്ക്ക് നോക്കാൻ ഏറെ പ്രയാസമായതുകൊണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഭാരമായതുകൊണ്ട് ആണ് എന്ന്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഉമ്മാന്റെ മക്കള് എവിടെയാണെങ്കിലും സന്തോഷത്തിലാവണം എന്ന് എപ്പോഴും ഞാൻ ദുആ ചെയ്യാറുണ്ട്. നീ കരുതുന്നുണ്ടാവൂലേ, എന്തിനാണ് ഉമ്മ ഈ കുറിപ്പ് നിനക്ക് അയച്ചത് എന്ന്? ഞാൻ ഇത്രയും കാലവും നിന്നോട് മറച്ചു വെച്ച ഒരു കാര്യമുണ്ട്. നീ അറിഞ്ഞാൽ നിനക്ക് വലിയ വിഷമമാവും കരുതി ഞാൻ പലവട്ടം നിന്നോട് മറച്ചു വെച്ച കാര്യം. ഇന്നലെ ഉറക്കം വരാതെ നിലാവുള്ള ആകാശത്തേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. നീ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിന്നെ ഞാൻ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് നിനക്ക് ഓർമ്മയുണ്ടാകും. നീ എന്നോട് പലവട്ടം ചോദിച്ചു എന്തിനാണ് ഉമ്മ എന്ന്. അന്നും ഞാനത് മറച്ചു വെച്ചു, പല കളവും പറഞ്ഞ് നിന്നെ വിശ്വസിപ്പിച്ചു. പക്ഷേ മോൻ എന്നോട് ക്ഷമിക്കണം, അന്ന് ആ സത്യങ്ങൾ മറച്ചു വെച്ചതിന്. അന്ന് നമ്മൾ പോയത് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. എല്ലാം ഉമ്മ പറയട്ടെ. പൊന്നുമോൻ, നിന്റെ ഒരു കണ്ണും ഒരു കിഡ്നിയും എന്റേതാണ്. പ്രസവം കഴിഞ്ഞ് പ്രസവത്തിൽ വന്നു പോയ ഒരു മിസ്റ്റേക്ക് കൊണ്ട് നിന്റെ ഒരു കണ്ണു കാഴ്ചയും ഒരു കിഡ്നിയും തകരാറായി. ഡോക്ടർ വന്ന് പറഞ്ഞു, കുട്ടിക്ക് ഇപ്പോൾ മാറ്റിവെക്കണമെങ്കിൽ മാറ്റിവെക്കാം, പിന്നെ മാറ്റിവെച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് ഉറപ്പു പറയാൻ പറയുകയില്ല. ആ നിമിഷം ഉമ്മാന്റെ കയ്യിൽ നീ ഒരു ചോര പൈതലായി കിടക്കുകയായിരുന്നു. പെട്ടെന്ന് നിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ നീ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. ആ നോട്ടത്തിൽ എന്റെ കണ്ണ് നിറഞ്ഞൊഴി. ഞാൻ കരുതി എന്റേത് നഷ്ടമായാലും കുഴപ്പമില്ല, എന്റെ പൊന്നുമോൻക്ക് ഒന്നും വരരുത് എന്ന്. അങ്ങനെ ഉമ്മാന്റെ ഒരു കണ്ണും കിഡ്നിയുമാണ് നിനക്കുമ്മ സമ്മാനിച്ചത്. അന്ന് നിന്റെ ഭാര്യ പറഞ്ഞില്ലേ, ഈ കണ്ണ് കാണാതെ തള്ളയെ എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കിയെന്ന്. ആ നേരത്ത് എനിക്കിതെല്ലാം പറയാമായിരുന്നു. പക്ഷേ മോൻ വിഷമിക്കുമെന്ന് കരുതി ഞാനൊന്നും പറഞ്ഞില്ല, എല്ലാം മറച്ചു വെച്ചു. ഉമ്മച്ചി പറഞ്ഞു വന്നത് 15 വയസ്സായാൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരണം എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അതിനാണ് അന്ന് നിന്നെയും കൂട്ടി നീ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മൾ പോയത്. പിന്നീട് 15 വർഷത്തിന് ശേഷം ടെസ്റ്റ് ചെയ്യാൻ വരണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ഇന്നലെയാണ് ഉമ്മാക്കത് ഓർമ്മ വന്നത്. അതുകൊണ്ട് എൻ്റെ കുട്ടി പെട്ടെന്ന് പോയി ആ ടെസ്റ്റൊക്കെ ചെയ്യണം കേട്ടോ. ഒരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ ഉമ്മച്ചി ഇവിടെ ഇരുന്ന് ദുആ ചെയ്യുന്നുണ്ട്. അതുപോലെ പറ്റുമെങ്കിൽ ഇവിടെ വന്നിട്ട് എന്നൊന്ന് സന്ദർശിക്കണം കേട്ടോ, എന്നൊന്ന് കാണണം കേട്ടോ. ഉമ്മാക്കത് സന്തോഷമാവും. ഉമ്മാന്റെ വാക്കുകൾ ഇതായിരുന്നു: അറിയാതെ പോകുന്ന ചില സ്നേഹങ്ങളുണ്ട്, നമ്മൾ മനസ്സിലാക്കാത്ത ചില സ്നേഹങ്ങളുണ്ട്. നഷ്ടപ്പെടുമ്പോഴാണ് ആ സ്നേഹം നമുക്ക് മനസ്സിലാവാറുള്ളത്.